ഹായ് കൂട്ടുകാരെ, നമ്മൾ പുതിയൊരു ഗെയിമിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് നമ്മളൊരു ഗെയിം ഇപ്പം പ്ലേ ചെയ്യണം, അതെങ്ങനെ നമ്മൾ കളിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൾ ഓഫ് ഡ്യൂട്ടിയുടെ കോൾ ഓഫ് ഡ്യൂട്ടിയുടെ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ എന്നുള്ള ഗെയിമാണ് നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ വലിയ പ്രോ പ്ലെയറും കാര്യങ്ങളൊന്നുമല്ല, ഒരു മീഡിയം റേഞ്ചിൽ നമ്മൾ കളിക്കുകയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് എന്താണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ തന്നെ 3-4 മോഡുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ മൾട്ടിപ്ലെയർ, ബാറ്റിൽ റോയൽ, പിന്നെ സോംബി എന്ന് വെച്ചാൽ ടൂർണമെൻറ്റ്, അത് ഒരു വീക്കെൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ടൂർണമെൻറ്റ് കാര്യങ്ങൾ. പിന്നെ റാങ്ക്ഡ് മാച്ചുകളാണ് നമ്മൾ റാങ്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാച്ചുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ ഇപ്പം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ബാറ്റിൽ റോയൽ എന്ന് പറയുന്നതാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ബാറ്റിൽ റോയലിൽ തന്നെ. ഇത് ഇപ്പം നമ്മുടെ അവതാറാണ്, നമ്മുടെ അവതാർ ക്യാരക്ടറാണ് വരുന്നത്. ഇതാണ് ഇപ്പം ഞാനിപ്പം ഈ ആളെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലോഡ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ഗണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതാണ് ഇപ്പം ഞാൻ ഓരോ ഗണ്ണുകൾ എനിക്ക് സ്പെഷ്യലി ഇഷ്ടമായതും എനിക്ക് പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇതാണ്. അപ്പോൾ ഇതിൽ ഓർഡർ എന്ന് പറഞ്ഞ ഈ ഗണ്ണാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്, ഇഷ്ടം. അപ്പോൾ ഈ ഒരു ഗണ്ണ് വെച്ചിട്ടാണ് ഞാൻ മെയിനായിട്ട് കളിക്കുന്നത്. ഇത് ഒരു സ്നൈപ്പറാണ്, M21 PBR എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ആ ഗണ്ണ് വരുന്നത്, സ്നൈപ്പറാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ഓർഡർ ഇതാണ്. ഈ 2 ഗണ്ണാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യാറ് നമ്മളിതിൽ. പിന്നെ എൻ്റെ ക്യാരക്ടർ ഈ കാണുന്നതാണ്. ഇത്രയും ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഞാനിപ്പോൾ ഈ ഒരു ക്യാരക്ടറാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് പ്രകാരമാണ് ഞാൻ മെയിനായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ഇത്രയും ഒരു 5 സ്ലോട്ട് കാര്യങ്ങളുണ്ട്, 6 ഉണ്ട്. അതിൽ ഒരെണ്ണം ഇങ്ങനെ സെപ്പറേറ്റ് ഒരു ഡോട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ ബാക്കി 5 അതിൽ ഓരോന്നിലും ഞാൻ നമുക്ക് തന്നെ ഗണ്ണ് സേവ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ എയറിൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എയറിൽ ഇത് ഓരോ ടൈം ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് വരും. നമുക്കത് പോയി സേഫായിട്ട് പോയി കളക്ട് ചെയ്തിട്ട് നമുക്കത് ഉപയോഗിക്കാം. നമ്മളിതിനകത്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇതായിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ഞാൻ ഇതിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതൊക്കെയാണ്. ഞാനിപ്പോൾ അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഉള്ള ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ വരുന്നു. ഇനി നമുക്കൊന്ന് ജസ്റ്റ് കളിച്ച് നോക്കാം. ജയിക്കില്ല എന്നറിയില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇതാണ് നമ്മൾ ഇത് വരുന്നത് കേട്ടോ. ഇതൊക്കെ ഓരോ ഇതാണ്. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, ഞാനിപ്പോൾ ഈ കളിക്കണ മാത്രമാണ് ഡൗൺലോഡ് ചെയ്തിട്ടേക്കുന്നത്. ഇത് 4 പേരുള്ള ഇതിന് ടീമായിട്ട് കളിക്കാം, 2 പേരുടെ ടീമായിട്ട് കളിക്കാം, സിംഗിളായിട്ടും കളിക്കാം. നമുക്ക് 4 പേരിലും സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി 2 പേരിലിട്ടാക്കി കൺഫേം ചെയ്തു. ഇനി നമുക്ക് സ്റ്റാർട്ട് കൊടുത്തിട്ട് പ്ലേ ചെയ്ത് നോക്കാം. ഉണ്ടാവുമെന്നറിയില്ല, നമ്മുടെ കൂടെയുള്ളവർ ആരാണെന്ന് എന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഗെയിം ഓപ്പണായിട്ട് വരുമ്പോഴുള്ള ഇത് വരുന്നത്. നമ്മുടെ ഗെയിം ഓപ്പണായി നമുക്കിവിടെ 102 സെക്കൻഡ് ആകുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ജസ്റ്റ് ഓടിച്ച് നോക്കാൻ ട്രൈ ചെയ്യുന്നത്. എങ്ങനെ പ്ലേ ചെയ്യാമെന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് ഇവിടെ വരുത്താനായിട്ട് സാധിക്കും. അതിനുശേഷം മാത്രമേ മെയിൻ കളി, അതായത് ഈ ഒരു 85 ആ ഒരു ഇത് കഴിയാതെ നമുക്ക് ഗെയിമിലോട്ട് കിടക്കാൻ പറ്റില്ല. കാരണം ഈ കുറച്ച് ഗെയിമിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി ജസ്റ്റ് ട്രയൽ പോലെ നമുക്ക് ഇവിടെ പരീക്ഷിച്ച് നോക്കാം. അതിനുശേഷമായിരിക്കും ഗെയിം ഓപ്പണായിട്ട് വരിക. നമ്മുടെ ഗെയിം തന്നെ ഞാൻ ഈ സൈഡിൽ കാണുന്നത് ഇത് ഒരു റോക്കറ്റ് ലോഞ്ചർ പോലത്തിലാണ്. നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എനിമീസ് വരുമ്പോൾ അത് തന്നെ ഓപ്പറേറ്റ് ഇതാണ്. അതുപോലെ കുറച്ച് നേരത്തേക്ക് ഇതുപോലെ അത് ഓപ്പറേറ്റ് ആയിട്ട് അവരെ അറ്റാക്ക് ചെയ്തോളും. കുറച്ച് നേരത്തേക്ക് നമുക്കതുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ലോഞ്ചറാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എനിക്ക് ഉപയോഗിക്കാനായിട്ട്. അതായത് ഈ കളിയുടെ ഇടയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ, അത് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 38 സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞാലാണ് നമ്മുടെ കൂടെ ഒരു ആൾ വന്നിട്ടുണ്ട്. ആളാണ് നമ്മുടെ ടീം മെമ്പർ.
പണ്ടൻ എന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. അതാണ് ആള്. ഞാനിപ്പോൾ ആളോട് ചാറ്റും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് പ്ലേ ചെയ്യുന്നുള്ളൂ, കൂടെ നിന്ന് പ്ലേ ചെയ്യുന്നുള്ളൂ. ഏകദേശം കളിയുടെ ആളുകളും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കളി, ഇതാണ് നമ്മുടെ മാപ്പ് വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ മൊത്തം ലൊക്കേഷൻ വരുന്നത്. ഇത്രയും നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഏരിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആരാണ് നമ്മൾ ഓടിയേക്കണേ? ആ ഒരു ടൈമിൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും കേൾക്കുമൊന്നുമില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഇതാണ് നമ്മുടെ കൂടെയുള്ള ആള്. നമ്മൾ പാരച്യൂട്ട് ജമ്പ് ചെയ്യാൻ പോവാണ് റൈറ്റിൽ നിന്ന്. നമ്മൾ മാപ്പ് എടുത്തിട്ട് നമുക്കൊരു സ്ഥലം നോക്കാം, നല്ല സേഫ് സ്ഥലം. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് നമ്മളിട്ടുണ്ട് പോയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഒന്നിച്ചിരിക്കണമായിരിക്കും നല്ലത്. ഇപ്പോൾ പുള്ളിക്കാരൻ ചാടി ഇറങ്ങി പോയിട്ടുണ്ട്. നമുക്ക് വഴിയിലേക്ക് വെച്ച് കാണാം, നോക്കാം. ഒറ്റ കളിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ടീം വർക്കൊക്കെ കളിച്ചാലാണ് നമുക്ക് കുറച്ചുകൂടി ജയിക്കാനുള്ള സാധ്യത കൂടുതലുണ്ടാവും. അവൻ ഇറങ്ങിയ ഇവിടെ തന്നെ ആളെ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു നല്ല സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ച് നമുക്ക് ഇവിടെ ഈ ബസ് സ്റ്റേഷനിൻ്റെ അടുത്ത് തന്നെ സൈഡിലായിട്ടാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഇറങ്ങുന്നത്. മെയിൻ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ചാടിപ്പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് എനിമീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവർ ചിലപ്പോൾ ടീമായിട്ടായിരിക്കും നിൽക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ജയിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഇപ്പോൾ കൈ കിട്ടുന്നതൊക്കെ നമ്മൾ അങ്ങോട്ട് എടുക്കുകയാണ്. ഇതിൽ നമ്മുടെ ഇതാണ് കേട്ടോ ആർമർ. ഇപ്പോൾ നമുക്ക് ആർമർ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇവിടെ ആർമർ 100 എന്നുള്ളത് 150 ആയിട്ട് മാറും. അങ്ങനെ 200 വരെയുള്ളതുണ്ട്. അപ്പോൾ ഇത് സാധാരണ ആർമറാണ്, ഏറ്റവും കുറഞ്ഞ നോർമൽ ആർമറാണ്. അത് 50 വെച്ചിട്ടായിരിക്കും കയറുക. 50 അല്ലെങ്കിൽ 50 ആർമർ 50 ഉപയോഗിക്കുമ്പോൾ 100, പിന്നെ ഒരു 50 നമുക്ക് 150, അങ്ങനെ 150 രൂപ നമുക്ക് സെറ്റ് ചെയ്യാം. അസോൾട്ട് റൈഫിളാണ് ഇപ്പോൾ ഞാനിപ്പോൾ ആദ്യമായി സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. സ്നൈപ്പറുണ്ട്. ആ സ്നൈപ്പറൊന്നും എനിക്ക് അത്ര ഉപയോഗിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചിട്ടില്ല. സ്കോപ്പ് വേണ്ട, സ്കോപ്പ് ഉപയോഗിക്കാതെയാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പം ഈ ഒരു ഇതിലേക്ക് എയിം വരിക. സ്കോപ്പ് വേറെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ തോക്കെടുക്കാം. എനിമി വന്നിട്ടുണ്ട്. എനിമി വരുമ്പോൾ ഈ കാൽപ്പാട് പോലെ കാണുന്ന ഇതാണ്. നമുക്ക് അവനെ പൊട്ടിക്കാൻ. അവൻ വീണിട്ടുണ്ട്. നമുക്കവനെ വീഴ്ത്താൻ അപ്പം വീണിട്ടുണ്ട്. അപ്പം ഞാനത് ലൂസി എന്നുള്ള ആളെയാണ് കൊന്നേക്കുന്നത്. അവനെയാണ് വീഴ്ചയത്. നമുക്ക് അവൻ്റെ പെട്ടിയിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അത്യാവശ്യം നിറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. നമുക്കതെല്ലാം എടുക്കാം. നമുക്കതൊക്കെ ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ ഈ നടുക്ക് വയ്ക്കുന്നത് കുറച്ച് നമ്മുടെ കപ്പാസിറ്റി ബുള്ളറ്റിൻ്റെ കുറച്ച് കൂടാനൊക്കെ ആയിട്ട്, പിന്നെ സ്ട്രെങ്ത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങൾ ഓരോരുത്തരും കളിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നതായിരിക്കണമെന്നില്ല നിങ്ങൾക്ക് ഇതായിട്ട് വരിക. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. ASM-10 എന്നുള്ള ഗണ്ണാണ് കണ്ടത്. അതൊന്നും ഞാൻ അങ്ങനെ അത്ര ഉപയോഗിക്കണില്ല. ഈ ഓരോ ഗ്രീൻ കളർ ബോക്സിൽ ഇതുപോലെ ഗണ്ണിൻ്റെ ഇതുണ്ടാവും. അത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിമി വന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം. രണ്ട് ഗണ്ണാണ് എൻ്റെ അടുത്തുള്ളത്. ഇപ്പോൾ നമ്മുടെ സേഫ് സോൺ നമ്മൾ ഒരുപാട് പുറത്താണ്. നമുക്കത് എത്രയും പെട്ടെന്ന് അതിൻ്റെ അകത്തേക്ക് കയറാൻ നോക്കണം. അല്ലെങ്കിൽ സേഫ് സോണിൽ നിന്ന് പുറത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മളത് ഔട്ടായി പോകും. കളി നമുക്ക് മാക്സിമം ജയിക്കണം. അറിയില്ല എങ്ങനെയാണ്, കാരണം നമ്മുടെ വേറൊരുത്തിന് വന്നിട്ടുണ്ട്, ഒരെതിരാളികൾ വന്നിട്ടുണ്ട്, എനിമി വന്നിട്ട് അപ്പോൾ വീട്ടിൽ കയറിയിട്ടുണ്ട്. കിട്ടി.
എൻ്റെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ നമുക്ക് കളക്ട് ചെയ്യാം. പയ്യെ പയ്യെ ഇനി അകത്തേട്ട് ആ സേഫ് സോണിൻ്റെ അകത്തേട്ട് കയറാനായിട്ട് നോക്കണം. കാരണം സേഫ് സോൺ അത് ഇതാ വരുന്നുണ്ട്, അതുകൊണ്ട് ചെറുതായി വരികയാണ്. സേഫ് സോണിലേക്ക് മാറേണ്ടതുണ്ട്. ആദ്യത്തെ ഒന്നും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പയ്യെ പയ്യെ നമ്മുടെ ജീവൻ നമുക്ക് കുറയുള്ളൂ. അവസാനത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ അതിൻ്റെ പുറത്താണെങ്കിൽ നമ്മുടെ ഇന്ന് ജീവൻ നഷ്ടമാകുന്നത് കൂടുതലായിരിക്കും. 2, 4 അങ്ങനെയൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ, മറ്റേത് ചിലപ്പോൾ 4 വെച്ചിട്ടായിരിക്കും ആദ്യം കുറയാം. ഗ്രനേഡൊക്കെ മാറ്റിയിട്ട് കോപ്പ് ഞാനത് വയ്ക്കുന്നില്ല. ഇതാണ് നമ്മുടെ ഏറ്റവും കൂടിയ ആർമർ നമുക്ക് കിട്ടുന്നത്. അതല്ലെങ്കിൽ നമുക്ക് 150 വരെയാണ് നമുക്ക് ആക്കാൻ പറ്റുന്നത്. ഈ ബ്ലൂ കാണുന്നത് നമുക്ക് ഒറ്റയടിക്ക് 100 കിട്ടും. ഈ ബ്ലാക്ക് കളർ കാണുന്നത് 50 വെച്ചിട്ടേ കൂട്ടാൻ പറ്റുള്ളൂ. ഒരു 50 ഉപയോഗിച്ച് പിന്നെ 150 വരെ നമുക്ക് ആക്കിയേക്കാം. പിന്നെ ഈ ഒരു ഗോൾഡൻ കളറാണെങ്കിൽ നമുക്കത് 200 ആക്കാൻ പറ്റും. ആ ഒരു ഇതിന് മാത്രമേ 200 ആക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ താഴെ ആർമറിൻ്റെ അവിടെ 150 എന്നുള്ളത് 200 ആയി കേട്ടോ. 250 വരെ നമുക്ക് മറ്റേത് വെച്ചിട്ട് ഉപയോഗിക്കാം. 200 ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ഗോൾഡൻ കളർ ഇപ്പോൾ ഉപയോഗിച്ചതായിരിക്കും. അപ്പോൾ അതെല്ലായിടത്തും കിട്ടത്തില്ല. നമുക്ക് മറ്റേ ബ്ലൂവും ആ ബ്ലാക്കും ആയിരിക്കും എല്ലായിടത്തും ഉണ്ടാകുന്നത്, കൂടുതലായിട്ടും നമുക്ക് കിട്ടാൻ ചാൻസ്. മറ്റേതിങ്ങനെ ഏറിന്ന് ഇങ്ങനെ ഒരു വലിയ പെട്ടി വന്നിട്ടുണ്ട്, അതിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ബോക്സുകളിൽ കിട്ടുന്നത് അപൂർവമായിട്ടേ കിട്ടത്തുള്ളൂ. ഉണ്ടാവില്ല എന്നല്ല, ഉണ്ടാവും. പക്ഷെ അത് എപ്പോഴും എല്ലാ ബോക്സിലും ഉണ്ടാവണം നിർബന്ധമില്ല എന്ന് പറഞ്ഞ പോലെ. നമുക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള പരിപാടി നോക്കാം. ആ റൗണ്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ റൗണ്ടിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. കളി കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അവസാനത്തെ റൗണ്ടിലെങ്കിലും എത്താനായിട്ട് നോക്കുക, അതിനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. നമ്മുടെ കൂടെ ഉള്ളവൻ റൗണ്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇല്ല, കയറിയിട്ടില്ല, അവൻ പുറത്താണ്. കയറാനുള്ള പ്ലാനൊക്കെ ഉണ്ടെന്ന് നോക്കുന്നു. നമ്മുടെ അടുത്തേക്ക് വരുമോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ നമുക്ക് മാക്സിമം വേഗത്തിൽ തന്നെ പോകും. ഇങ്ങനെ പോകുന്നതായിരിക്കും കുറച്ചൊരു ബെറ്റർ. ഇത് എപ്പോഴൊന്നും നമുക്കങ്ങനെ ഉപയോഗിച്ച് പോകാൻ പറ്റില്ല. കാരണം ഇങ്ങനെ പഠിച്ച് പോകുമ്പോഴായിരിക്കും അവർക്ക് നമ്മളെ എയിം ചെയ്യാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതല്ലെങ്കിൽ നമ്മൾ എയിം ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും നമ്മുടെ എനിമി. നമ്മളീ പോണ വഴിക്ക് ചിലപ്പോൾ നമ്മൾ കാണുന്നുണ്ടാവില്ല, പക്ഷെ അവർ നമ്മളെ കാണുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പോകണമെങ്കിൽ കുറച്ചൊരു ബെറ്റർ. ഇങ്ങനെയാണ് പ്രോ പ്ലെയേഴ്സൊക്കെ പോവാറ്. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ ഞാൻ പോകാമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഞാൻ ഒരു മീഡിയം റേഞ്ചിലേക്കാണ് നിൽക്കുന്നത്. നമ്മളെക്കാൾ അടിപൊളിയായിട്ട് കളിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കൂടെയാണ്. ഇപ്പോൾ ഓരോ സെക്ഷനും ഓരോ ഇതൊക്കെയുണ്ട്, കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. മാസ്റ്റർ, ഗ്രാൻഡ് മാസ്റ്റർ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ ഞാനിപ്പോൾ എന്താണെന്ന് ഗ്രാൻഡ് മാസ്റ്ററാണെന്ന് തോന്നണം ആ ഒരു സെക്ഷനിൽ. അപ്പം ലെജൻഡറി ഒക്കെയുള്ള സെക്ഷൻ ഉണ്ട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ കളിക്കുന്ന പ്ലേയേഴ്സൊക്കെ ആയിരിക്കും ആ ഒരു ഇതിൽ. അതിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല. ഒരു ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ഇതാരോ ഉപയോഗിച്ച ബൈക്കാണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ഇതുണ്ടോ ബൈക്കിന് കളർ വ്യത്യാസം കണ്ട ഓരോ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് കസ്റ്റമൈസായിട്ട് നമുക്ക് ഇങ്ങനെ കാശ് കൊടുത്ത് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ ബൈക്കിൻ്റെ മറ്റേ ഡിസൈൻസും അതുപോലെയൊക്കെ വേറെ കിട്ടും. ഇപ്പോൾ കണ്ടത് അങ്ങനെ തന്നെ, നോർമലുള്ളതല്ല. ഒരുത്തൻ തങ്ങ് ദൂരെ ഓടുന്നുണ്ട്. വേറെ നമ്മുടെ സൈഡിൽ വേറൊരുത്തൻ വീഡിയോ. പക്ഷേ ഇവിടെ ആൾ കൂടുതലാണ്. ഭാഗത്ത് നിന്നാൽ ചിലപ്പോൾ പണി കിട്ടും. നമുക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാം. ഒത്തിരി പേരുള്ളിടത്തേക്ക് പോകാതിരിക്കണം ഏറ്റവും ബെറ്റർ. വെടിവെക്കണ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മളൊരുത്തൻ അവിടെ വെടിവെക്കണം കണ്ട്. അതായത് ഇതേ ഒരുത്തൻ പോകണ്ട കേട്ടോ. നമ്മളടിച്ചു, നമ്മൾ അവനെ വീഴ്ത്തിയിരുന്നു. ഇവിടെ നിന്ന് ശരിയാവില്ല, വേഗം പോവുക. അവിടെ ആൾ കൂടുതലാണ്. അപ്പം നമ്മൾ തോൽപ്പിക്കാൻ ചാൻസ് കുറയില്ല.
നമ്മൾ ഒരാളെ വെടിവെച്ച് ഇട്ടതിന് ശേഷം അയാൾക്ക് മൊത്തത്തിൽ ഇതായി പോണതിന് മുന്നേ ആണ് എങ്കിൽ അതിൻ്റെ കൂടെയുള്ള ആൾക്ക് വന്നിട്ട് രക്ഷിക്കാനൊക്കെ പറ്റും. ഇപ്പോൾ 169 ആർമർ എടുക്കണം. അതിലെനിക്കിനി കൂട്ടാൻ പറ്റില്ല, കാരണം 150 മേളിലാണ് 169. അപ്പോൾ 150 താഴെ വന്നാൽ മാത്രമേ എനിക്ക് ബ്ലാക്ക് ഉപയോഗിച്ച് നീല ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ളൂ. അതല്ല എങ്കിൽ എനിക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. 200 ഉപയോഗിച്ചിട്ട് മാത്രമേ അത് കൂട്ടാൻ പറ്റത്തുള്ളൂ. 169 നിൽക്കുന്നത് അത് ഞാൻ മറ്റേ അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ അവിടെ ഏറി എന്ന് പറഞ്ഞ പെട്ടിയാണ്. ഇതിനകത്ത് കസ്റ്റമായിട്ടുള്ള തോക്കുകളൊക്കെ ഉണ്ടാവും. അത് ഉപയോഗിക്കാനായിട്ട് നമുക്കിത് അതാണ് ഈ ഒരു ബ്ലൂ കളർ പെട്ടിട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ കസ്റ്റം ചെയ്ത് വെച്ച് ഗണ്ണ് ഞാൻ എടുത്തു. ഇത് വെച്ചിട്ടായിരിക്കും നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. സ്നൈപ്പറൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ എടുത്തിട്ടുമില്ല. എല്ലാ സ്നൈപ്പറൊന്നും കറക്റ്റായിട്ട് ഇതാക്കാൻ അറിയില്ല. എനിക്ക് ചില തോക്കുകൾ ചില ഇത് മാത്രമേ അറിയുള്ളൂ. നമ്മുടെ കൂടെയുള്ള കാർ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മളടുത്തേക്കാണ് വന്നതെന്ന് തോന്നുന്നു. ഇത് നമുക്ക് തോന്നി അപ്പുറത്ത് പോകാൻ പറ്റും. അത് ഒരുത്തം വന്നിട്ടുണ്ട്. അപ്പോൾ അവനെ നമ്മൾ വീട്ടിൽ എടുക്കണം. ഇതല്ല നമ്മൾ കുറഞ്ഞ് ഇനി നമുക്ക് കയറ്റാൻ പറ്റും. ഈ വണ്ടിയുടെ ലൈഫാണ് 74 നിമിഷം. അപ്പോൾ അതിൽ കുറഞ്ഞ് തന്നെ പണിയിട്ടു നമുക്ക് നോക്കണം. പിന്നെ അടുത്ത ആരെങ്കിലും നമുക്ക് വണ്ടിയിലിരുന്ന് ഉപയോഗിക്കാം. ഡ്രൈവറിന് മാത്രം ചെയ്യാൻ പറ്റില്ലായിരിക്കും. ഇവിടെ നല്ല ഞാനിപ്പോൾ അങ്ങോട്ട് പോയി. പൊയ്ക്കോ. ഞാൻ ഒരുപാട് കൂടുതൽ നിൽക്കുന്ന സ്ഥലത്തേക്കൊന്നും പോയി ഇല്ലായിരുന്നു. ഒരു ഹെലികോപ്റ്റർ ഒന്നുണ്ട്. ഹെലികോപ്റ്റർ ഇവിടെയൊക്കെ ഉണ്ട്. ഓടി രക്ഷപ്പെടാം. ഗ്രനേഡൊക്കെ എടുത്തിട്ട് അവൻ എനിമിയായിട്ട് എൻഗേജ് ആയിട്ടുണ്ട്. നമുക്കിതോടെ വയ്ക്കാം. സ്നൈപ്പർ ഉപയോഗിക്കുന്നുണ്ട്. വീഴ്ത്തി. അവനായിരുന്നു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു തോന്നുന്നു. കൂടെ ആളുണ്ടോയെന്ന് അറിയില്ല. അവൻ്റെ റെഡ് കളർ പെട്ടിയുണ്ടോ? അവന് ഒരുപാട് സാധനം ഇതുണ്ട്. അവൻ്റെ ഒരുപാട് സാധനങ്ങൾ എടുത്തുണ്ട്. ഇവൻ്റെ സ്നൈപ്പർ നമുക്ക് ഉപയോഗിച്ചേക്കാം. ഞാൻ 200 ആക്കാണ്. നമുക്ക് ലൈഫിൻ്റെ സാധനങ്ങൾ മാത്രം മതി. ഇപ്പോൾ അവിടെ വെടിവെക്കണ സൗണ്ട് കേൾക്കണം. നമ്മുടെ കൂടെ ഉള്ളവൻ എന്ത് ചെയ്യും? അവനപ്പുറത്ത് പതുങ്ങിയിട്ടുണ്ട്. എവിടെ? അവൻ ഇങ്ങോട്ട് പോയി. വന്നെ വണ്ടി എടുക്കണല്ലേ. നമുക്ക് അവൻ്റെ പുറകെ അങ്ങ് പോവാം. കൂടത്തിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്, കാരണം നമ്മളിപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കിടന്നുകൊണ്ടിരിക്കും. സേഫ് സോണും കൊളാപ്സിങ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് കുറച്ച് ക്രൂഷ്യലാണ്. ജയിക്കോ ഇല്ലെന്നാവും. നമുക്ക് ട്രൈ ചെയ്യാം, മാക്സിമം ട്രൈ ചെയ്യാം. കൂടുതൽ അവൻ വന്നില്ലേ? നമ്മുടെ ടീമിൻ്റെ അവൻ അവിടെ നിൽക്കുകയാണ്. സേഫ് സോണാണ് ഈ ചെറുതായിക്കൊണ്ടിരിക്കുന്നത്. ഇവനെന്താ വരാത്തെ? നമുക്ക് ഒളിച്ച് കയറാം. പുറകെ വന്നുണ്ട്. വരുന്നുണ്ട്.
ഇതിൻ്റെ ഉള്ളിലൊക്കെ ആളുണ്ടോ? ഇല്ല. വരുത്തുന്നുണ്ട്. ഒരുത്തരുടെ ഉണ്ട്, ഒളിച്ചേക്കാന്നുണ്ട്. അവനെ നമ്മുടെ കൂട്ടത്തിലെല്ലാം വെത്തിരിക്കുന്നു. വെൽഡൻ നമുക്കൊരു വെൽഡൻ പറഞ്ഞേക്കാം. ഓക്കെ, അതവിടെ ആളുണ്ട്, അവനെയാണ് വെടിവെച്ചത്. അങ്ങോട്ടും മാറിയിട്ടുണ്ട്. അപ്പം നമ്മളെ എത്തിയിരിക്കുകയാണ്. പണി പാളി. നമുക്ക് അവൻ്റെ അടുത്ത് നിന്ന് ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടും, അല്ലെങ്കിൽ നമ്മൾ തോറ്റു പോട്ടോ. അവൻ രക്ഷിക്കാൻ വരും. 3 തോറ്റ് ഗൈസ്. തോറ്റ്. നമ്മുടെ കൂടെയുള്ളവനും തോറ്റിട്ടുണ്ട്. ഇല്ല, കൂടെയുള്ളവൻ തോറ്റിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് കളിക്കാൻ പറ്റില്ല, കാരണം വെച്ചാൽ നമ്മുടെ ഇത് ടൈം കഴിഞ്ഞു പോയി. ഇനി നമുക്ക് നമ്മുടെ കൂടെയുള്ളവൻ കളിക്കുന്നത് നോക്കി ഇരിക്കാനേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അടുത്ത ഗെയിം എടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് ഇത് എന്തായോ എന്നൊക്കെ നോക്കാം. 4ാമതാണ് നമുക്ക് നിൽക്കുന്നത്. ഇപ്പോൾ ഞാനെടുത്ത റോക്കറ്റിൻ്റെ ലോഞ്ചർ ഉണ്ടല്ലോ, അതുപോലെ തന്നെ വേറൊരു ഇതാണ്. ഇതിങ്ങനെ നമ്മുടെ ഒരു 2 പേര് എക്സ്ട്രാ നമ്മുടെ കൂടെ ഓടും. അവർ കൺഫ്യൂഷനാകും നമ്മുടെ എനിമിക്ക്. ആ ഒരു കൺഫ്യൂഷൻ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഇവനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. കുറച്ച് നേരത്തേക്ക് നമുക്കത് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കൂടെ 2 പേരുണ്ട്. ബോട്ട് മുങ്ങിപ്പോയിട്ടുണ്ട്. ബോട്ടാണ് അവനെ യൂസ് ചെയ്തിട്ട് രക്ഷപ്പെടാൻ വേണ്ടി നോക്കി. എൻ്റെ അടിയിൽ ആളുണ്ട്. നീന്തി കഴിഞ്ഞാൽ ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും അതൊക്കെ എത്താനായിട്ട്. വെള്ളത്തിൻ്റെ ഇടയിൽ ആളുണ്ട്. എവിടെ നിന്നോ വെടിവെക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അതെ നീന്തിക്കും. യെസ്, അപ്പം നമ്മുടെ ടീം ജയിച്ചിരിക്കുകയാണ്. വിന്നാണ്. ഇങ്ങനെയാണ് നമ്മൾ ജയിച്ച് കഴിയുമ്പോൾ വരുന്ന ഇൻ്റർഫേസ് വരുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് വേണമെങ്കിൽ വെക്കാം. ഇരിക്കട്ടെ, എൻ്റെ നെയിം ഞാൻ കൊടുത്തേക്കണം കേട്ടോ. മെഗൽ വെർഷനുള്ള ഇതിനാണ് കൊടുത്തിട്ട് കൊടുക്കാം. ഞാൻ ഒരു 6 എണ്ണത്തിന് വെടിവെച്ചിട്ടുണ്ട്. അവനൊരു 10 എണ്ണത്തിന് വെടിവെച്ചു. പിന്നെ നമ്മൾ കളിച്ച് പാരഷൂട്ടിൽ 5 ചെയ്തത്, അതുപോലെ തന്നെ നമ്മൾ ഏതിലെ വഴിയൊക്കെ പോയി എന്നുള്ള ഒരു ഏകദേശമല്ല, അത് കറക്റ്റാണ്. ആ ഒരു ഇതാണ് കാണിച്ചത്, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇതുകൊണ്ടോ, ഇതാണ് അതിൻ്റെ അത് വന്നിട്ടുണ്ട്. ഈ സമയമായപ്പോഴത്തേക്കും ഞാൻ വീട് പോയിട്ടുണ്ട്. ഞാൻ ടൈഡായിട്ടുണ്ട്. ഞാനൊരു കില്ലാൻ എനിമിന്നൊക്കെ പറഞ്ഞാൽ ഓരോ ഇൻഡക്ഷൻ്റെ ഇത് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചെയ്യാം. ഇപ്പോൾ വീണ്ടും ഇതേ പാരഷൂട്ടിൽ ലാൻഡ് ചെയ്തതും അതെല്ലാം വീണ്ടും പിന്നെ കാണിക്കും. കേട്ടോ, ഓരോ ഇതിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ എടുത്തെടുത്ത് കാണിക്കും. പിന്നെ ഇത് നമുക്ക് ഷെയർ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഇത്രയും ടൈം കഴിയുമ്പോഴാണ് ഇത് മാറുള്ളൂ. അതിങ്ങനെ വീണ്ടും വേണമെങ്കിൽ റിപ്ലൈ ആയിട്ട് കാണിക്കാം. അത് മാറ്റുകയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് വരും. ഇതിപ്പോൾ എൻ്റെയും പുള്ളിയുടെ ഞാൻ ജയിച്ച് കഴിയുമ്പോഴുള്ള ആ ഒരു ഇതാണ് കാണിച്ചത്.
റാങ്ക് SP 44, 6570, 6800 ആയിരിക്കും അടുത്ത സെക്ഷൻ. ഇപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ 2 എന്നുള്ള സെക്ഷനാണ്. അപ്പോൾ 6800 ആകുമ്പോഴത്തേക്കും റാങ്ക് SP കൂടി ആകുമ്പോഴത്തേക്കും ഞാൻ ഗ്രാൻഡ് മാസ്റ്റർ 3 എന്നുള്ള ലെവലിലോട്ട് മാറും. ഗ്രാൻഡ് മാസ്റ്റർ 1 ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് ഗ്രാൻഡ് മാസ്റ്റർ ഇപ്പോൾ 2 ആയി, ഇനിയിപ്പോൾ 3, അങ്ങനെയാണ് പോകുന്നത്. ഇതിൻ്റെയൊക്കെ അവസാനത്തെ ലെവൽ എന്ന് പറയുമ്പോൾ ലെജൻഡറി എന്ന് പറഞ്ഞാൽ ഇതിലോട്ട് മാറും. പിന്നെ ഓരോ സീസൺ വൈസാണ് ഇത് വരുന്നത്. അപ്പോൾ സീസൺ ഇങ്ങനെ മാറി വരുന്നതനുസരിച്ച് നമ്മൾ ഏറ്റവും താഴെയുള്ള സ്റ്റേജിലോട്ട് പോകും. പിന്നെ നമ്മൾ ആ സീസണിൽ ഇങ്ങനെ ഓരോ ലെവൽ കയറി ഇങ്ങനെ റാങ്ക് HP ഏൺ ചെയ്ത് ഓരോ ഇതിലോട്ട് മാറണം. അപ്പോൾ അത് ഓരോ സീസണിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഓരോ സീസണുകൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു 7ാമത്തെ ഒരു സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സീസണിലുള്ളതാണ്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യുകയും ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ മേളിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ സർവൈവ് ചെയ്ത ടൈം, പിന്നെ ഡാമേജ് ഡീൽറ്റ് ചെയ്തേക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. എത്ര പേരുണ്ട്, അവനാണ് കൂടുതൽ ചെയ്തേക്കുന്നത്, അതുകൊണ്ട് പുള്ളിയുടേതാണ് ആദ്യം കാണിക്കുക. പിന്നെ സ്കില്ല് എത്ര യൂസ് ചെയ്തിട്ടുണ്ട്, ഞാനൊരു സ്കില്ല് ഉപയോഗിച്ചിട്ടുണ്ട്, പുള്ളിക്കാരൻ 3 സ്കില്ല് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തേക്കുന്നത് 3976, 4444, 4ൻ്റെ കളിയാണ്. അതൊക്കെ അങ്ങനെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്, അതെങ്ങനെയാണെന്നോ. പിന്നെ ആക്യുറസി, ഹെഡ് ഷോട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേളിൽ കൊടുത്തിട്ടുണ്ടാവുക, ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക. മോറെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോന്ന് ഏൺ ചെയ്തു, ഇതൊക്കെ നമുക്ക് പിന്നീട് ജസ്റ്റ് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഗെയിമിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഇവിടെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഡീറ്റെയിൽസ് വരും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളി. അപ്പോൾ ഇത് ജയിക്കാൻ പറ്റിയിട്ടുണ്ട്, അത് എന്തായാലും നല്ലൊരു കാര്യമാണ്. നമ്മളത് ജയിച്ചു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.